അപ്പൊ ഗൈസ്, നമ്മുടെ നെയ്യാറ്റിൻകര ഗോപിസ്വാമിയുടെ സമാധി വിവാദം തീരുന്നില്ല. ഓരോ ദിവസം ഓരോ ന്യൂസ് ക്ലിപ്പും ഓരോ ബൈറ്റും കേൾക്കുമ്പോൾ ആദ്യം ചിരിക്കണോ അതോ പിന്നീട് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. അതിന് മാത്രം വിവരദോഷങ്ങളും മണ്ടത്തരങ്ങളും അവരുടെ കുടുംബക്കാരുൾപ്പെടുന്ന പല പേരും അടിച്ചിറക്കുന്നുണ്ട്. ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ ഈ കുടുംബക്കാരുടെ ബൈറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കില്ലാത്ത സംശയം വരും, ഉള്ളിൽ നിന്ന് തികട്ടി വരും. എന്താണ് ഇവർ പറയുന്നത്? എന്ത് ലോജിക്ക് വെച്ചാണ് പറയുന്നത്? അതും ഇത്രയും 2025 പോലൊരു കാലഘട്ടത്തിൽ ഈ സമയത്ത് വന്നിട്ട് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രാചീന ശിലായുഗങ്ങളിൽ പോലും മനുഷ്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് മാത്രം തരത്തിലുള്ള ഒരു ട്വിസ്റ്റും വർത്തമാനങ്ങളൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് നോക്കാനുള്ള, അല്ലെങ്കിൽ അത് തുറന്നു നോക്കാനുള്ള എല്ലാത്തരം ഉത്തരവും കോടതി ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുതു ഉത്തരവൊന്നും ഇറക്കത്തില്ല. പഴയ ഉത്തരവിന്റെ പുറത്ത് തന്നെ ഇത് പൊളിച്ചു നോക്കാനുള്ള, അല്ലെങ്കിൽ ഗോപൻസ്വാമിയുടെ മൃതശരീരം എടുത്ത് പരിശോധിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാരും നിയമവും ഇപ്പോഴും പകച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനരോഷത്തിന് മുമ്പിലാണ്. കാരണം ഇവർ തന്നെ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസും ഇതിനിടയിലേക്ക്, നാട്ടിനിടയിലേക്കും പോലീസിനിടയിലേക്കും നമ്മുടെ നിയമത്തിന് മുമ്പിലും വലിച്ചിഴക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മതം എന്ന് പറയുന്ന ഒരു സംഭവത്തെ തൊട്ട് കഴിഞ്ഞാൽ അത് കത്തും, കാട്ടുതീ പോലെ കത്തും. അതിലിപ്പം പ്രതികരിക്കാതിരിക്കാനോ ചിലർക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീംസ് കൂടെ ആകുമ്പോഴത്തേന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ കേസ് നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത് മുന്നേറും. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യാന്തര തലത്തിൽ വരെ ചർച്ച ചെയ്യാൻ പോകുന്ന അത്ര വിവാദമായി തീരും. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളൊക്കെ ധാരാളം ഊന്നൽ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഈ ന്യൂസ് സ്പ്രെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വർഗീയ കലാപങ്ങൾ വരെ പൊട്ടിപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പുള്ളി കൊട്ടിക്കുന്ന ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ മകൻ സനന്ദൻ എന്ന് പറഞ്ഞ ആൾ കൊടുക്കുന്ന ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ഗായ്സ്, പുള്ളി ഡയറക്റ്റ് ആയിട്ടൊരു വർഗീയ വിഷമം തുപ്പി വിടുകയാണ് നാട്ടുകാരുടെ മുമ്പിലോട്ട്. ഇനിയും എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ കളി തുടങ്ങണമെന്നുള്ള രീതിയിലാണ് പുള്ളി പല കാര്യങ്ങളും പറയുന്നത്. അതിനിടയ്ക്ക് കോമഡി ആയിട്ട് പല കാര്യങ്ങളുണ്ട്, അതെല്ലാം വിട്ടു നോക്കാം. എന്തായാലും പുള്ളി പറഞ്ഞൊരു ബൈറ്റ് നമുക്ക് ആദ്യം കണ്ടുനോക്കാം. സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്, നാഗരുടെ കാവ്. നിങ്ങൾക്കെല്ലാം അറിയാം, നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ, ശരിയല്ലല്ലോ. ഇല്ല ഞാൻ സമ്മതിക്കില്ല. 100 ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുത്. അപ്പൊ കേട്ടില്ല ഗൈസ്, കറക്റ്റ് ആയിട്ടും വൃത്തിയായിട്ടും നല്ല പച്ചയ്ക്ക് വർഗീയത പറയുന്നതിടയ്ക്ക് നമ്മൾ മാധ്യമപ്രവർത്തകർ തന്നെ കയറി അതിന് തടയിട്ടു എന്ന് നമ്മൾ പറയാൻ. ഈ ആള് പറയുന്നത് അയാളുടെ മകനാണ്, സമാധിയായി പോകുന്ന സ്വാമിയുടെ മകനാണിത്. ഈ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആ ക്ഷേത്രത്തിന്റെ സൈഡിലോ കണ്ട് ഒരു വസ്തു ഇതൊരു മുസ്ലിം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിന്റെ പേരിൽ ആ വസ്തു വിൽക്കാം. അതിന് മുമ്പ് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, അതിന് വിൽക്കാൻ പറ്റുന്നില്ല, അതിന് ക്ഷേത്രമാ കാരണം, ഈ വഴിയാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ചില കോൺട്രവേഴ്സ് ആൾക്കാരിലേക്ക് കുത്തിരിപ്പുണ്ടാക്കി വിടാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ, അല്ലെങ്കിൽ ഈ ഒരു ഗോപൻ സ്വാമി മിസ്സിംഗ് ആണ്, ഈ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത വിശ്വംഭരൻ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ബന്ധുവാതിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുള്ളി ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ കോൺട്രവേഴ്സിയിൽ ആദ്യം തന്നെ തടയിട്ട് മാധ്യമ പ്രവർത്തകർ. കാരണം അയാൾ പറയുന്നത് മുസ്ലിങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ തുറന്നുള്ള വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ വീടിനെ കുറിച്ചോ ഒന്നും അല്ല ചോദിക്കുന്നത്. വീടെന്നൊക്കെ പറഞ്ഞ ആശ്രമമാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. അതിനെക്കാട്ടി വലിയ കോമഡി. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ വീടിനെ കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര നടപ്പിനെ കുറിച്ചോ അല്ല ചോദിക്കുന്നത്. ആ നാട്ടിൽ അത്രയും നാളും ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാവുകയും നിങ്ങൾ തന്നെ പറയുകയാണ് ആൾ ആ കല്ലറയ്ക്കുള്ളിൽ സമാധിയായി, അതുകൊണ്ട് തന്നെ അയാളെ ഇനിയും കാണാൻ പറ്റില്ല, അയാളുടെ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ മരിച്ചതിന്റെ തെളിവില്ല, ഫോട്ടോസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പറയുകയാണ് അത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ സമാധിയായി പോകും. ഒബ്വിയസ്ലി നാട്ടുകാർക്കായാലും ബന്ധുക്കൾക്കായാലും ആർക്കായാലും സംശയം തോന്നുന്നു. ഈ സംശയത്തിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടി ഉണ്ടാവുകയും പോലീസ് ഇത് കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെയും നിങ്ങൾ ഈ മതം കുത്തിക്കയറ്റി വർഗീയത പറയുന്നതുകൊണ്ട് മാത്രമാണ്, അതിനും മാത്രമല്ല നിങ്ങളുടെ കൂടെ പിടിക്കാൻ കുറച്ച് പേർ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്നതിൽ മൂലമാണ് ഇപ്പോഴും പോലീസ് ഒന്നും ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷെ എന്തായാലും ഇതിന് കാലതാമസമില്ലാതെ തീരുമാനം എടുത്തിരിക്കും.
അത് നമ്മുടെ ഹൈക്കോടതി വരെ പറഞ്ഞ കേസിലാണ്. ഇതിനകത്ത് ഞങ്ങൾ ഇടപെടില്ല, നിയമത്തിന്റെ വഴിക്ക് പൊക്കണമെന്ന്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ബന്ധുവിഭാഗത്തിൽപ്പെട്ട ആൾ ഹേബിയസ് കോർപ്പസ് ഒക്കെ ഫയൽ ചെയ്യുകയാണെങ്കിൽ കാണാതായ ആളെ 24 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം പോലീസിന്റെ ആണ്. അവർക്ക് ചെയ്തേ പറ്റും, അവരുടെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് കേട്ടില്ല, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി, കോൺട്രവേഴ്സി ഉണ്ടാക്കി, ഉള്ള നാട്ടുകാരെ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ നിങ്ങൾ ആ സമാജസ്ഥലം തുറന്ന് പരിശോധിക്കാൻ കോടതിയുടെ വിധിയെ മാനിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ ജീവിക്കുന്നത് എല്ലാം കറക്റ്റായ രീതിയിലാണ്, നിങ്ങൾ എല്ലാത്തരം പ്രോപ്പർ ഫയൽസും ഡോക്യുമെന്റ്സും എല്ലാം വരും. നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ കാര്യം ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ ആശ്രമമാണ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞുണ്ട് എല്ലാം ഞങ്ങൾ കെട്ടിട നമ്പർ, സർവേ നമ്പർ, ഞങ്ങളുടെ വീട് നമ്പർ, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് കൃത്യമായ ഡോക്യുമെന്റ്സോടെ നിങ്ങൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് മനസ്സിലാവുന്നില്ല കേസ്. പിന്നെ ഈ മണിയൻ എന്ന് പറഞ്ഞ ചുമട്ട് തൊഴിലാളി, അല്ലെങ്കിൽ പണ്ട് 7 പേരെ വെട്ടി കേസിലെ പ്രതിയായ മണിയൻ എങ്ങനെയാണ് ഗോപൻസ്വാമി ആയതെന്നും അയാളുടെ ചരിത്രം എന്താണെന്നും ആ നാട്ടുകാർക്ക് നല്ല വൃത്തിക്കറിയാം. അവരുടെ ഒരൊറ്റ ബൈറ്റിൽ പോലും ഇയാളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബം മൊത്തം ഒരു ദുരൂഹത നിഴലിച്ച് കിടപ്പുണ്ട്. ഇത് തീർച്ചയായിട്ടും വീണ്ടും സംശയത്തിന് ഉന്നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ നിങ്ങൾ തുറന്നു കാണിച്ചില്ലെങ്കിൽ നാളെ ഈ വരുന്ന ആൾക്കൂട്ടം മൂലം നിങ്ങൾക്കെതിരെ കല്ലെറിയും. കാരണം ഈ അത്രയ്ക്കൊരു മിസ്സിംഗ് കേസുകൾ ഫയലാക്കിപ്പെട്ടിരിക്കുന്നത് ഇതുവരെയായിട്ട് ഇതൊരു മരണമാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ഒരു മരണം സ്ഥിരീകരിച്ച് മരണത്തിന്റെ ഒരു മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഹോസ്പിറ്റൽ വഴി നമുക്കത് കിട്ടുകയുള്ളൂ. ഇതൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ അച്ഛൻ സമാധിയായി, ഞങ്ങളത് സ്ലാബിട്ട് മൂടിയത് ആ സമാധി സ്ഥലം എന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണിച്ചാൽ അതുമാത്രം വിശ്വസിക്കാനുള്ള ഊളത്തരവും തലയിൽ തീവണ്ടി ഓടുകയെന്നല്ല എല്ലാവരുടെയും. കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കാനും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയുള്ള നാട്ടുകാരാണ് അവിടെ ഉള്ളത്. അവർ കൃത്യമായ രീതിയിൽ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ബാക്കി നടപടി സ്വീകരിക്കുകയും ചെയ്തു. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ ഒക്കെ ഉള്ളൂ. പിന്നെ പല ചരിത്രങ്ങളെടുത്ത് ആവർത്തിക്കുമ്പോഴും നാട്ടുകാർ പറയുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ 1-2 പേരാണെങ്കിൽ പറയാം ഓക്കെ ഇവരോടുള്ള വിദ്വേഷം മൂലമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇതിപ്പോൾ കണ്ടിന്യൂസ് ചോദിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പേരിലുള്ള തെറ്റുകൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. കിടപ്പിലായ ഒരു മനുഷ്യനാണ് പെട്ടെന്ന് ഒരു ദിവസം ഓടി വന്ന് സമാജ സ്ഥലത്തേക്ക് പോയി, രാവിലെ കഞ്ഞിയും കുടിച്ച് പ്രശ്നമുള്ള ഗുളിക എടുത്ത് ഇൻസുലിനും എടുത്ത് പെട്ടെന്ന് സമാജ സ്ഥലത്തേക്ക് പോയി അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒന്നും. എന്തായാലും കോടതി തീരുമാനം മാനിക്കട്ടെ, അല്ലെങ്കിൽ മാനിപ്പിക്കും. എന്തായാലും സമാജ സ്ഥലം കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ നാളെ മറ്റന്നാളോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.